കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ള ആൾക്കാരുടെ തെരച്ചിൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും തുടങ്ങുന്നു. തെരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് കൊണ്ടുവന്ന ട്രഡ്ജർ ഇന്ന് ഷിരൂരിലെത്തിക്കും. ഗംഗാവലി പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെ മണ്ണും കല്ലുകളും ട്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യും. അത് കഴിഞ്ഞായിരിക്കും ഈ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള അന്വേഷണം നമ്മൾ ആരംഭിക്കുക. അരുൺ പൂപ്പറമ്പ് ഷിരൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അരുൺ, യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇന്ന് എന്തൊക്കെയാണ് രാവിലെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? SKN കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഈ തിരച്ചിൽ നിർത്തിയത്. ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഈ ഗംഗാവലി പുഴക്ക് അടിത്തട്ടിലുള്ള ഈ വലിയ മണ്ണിന്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ കല്ലുകൾ, അതോടൊപ്പം ഈ മരത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ തടസ്സമായി നിൽക്കുന്നു. പുഴയുടെ അടിത്തട്ടിലെത്തിയിട്ടുള്ള പരിശോധനയ്ക്ക് ദൗത്യസംഘത്തിന് സാധിക്കാതെ വരുന്നു. അതിനുശേഷമാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഡ്രഡ്ജർ എത്തിച്ച് ഈ മണ്ണ് നീക്കം ചെയ്ത് കൂടുതൽ ആഴത്തിലുള്ള പരിശോധന നടത്താനാകും എന്ന ദൗത്യസംഘം പ്രതീക്ഷ പങ്കുവച്ചു. അതിനുശേഷം ഒരു മാസം പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഈ ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. ഗോവയിൽ നിന്ന് ഈ ഷിരൂരിലേക്ക് എത്തിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ഡ്രഡ്ജർ എത്തിക്കും എന്നതായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ പോലും രാത്രി വെളിച്ചക്കുറവ് ഒരു തടസ്സമായി നിന്നു. ആ യാത്രാ മധ്യയുള്ള 2 പാലങ്ങൾക്ക് നടുവിലായിട്ടുള്ള ഒരിടത്ത് അത് ഹോൾട്ട് ചെയ്യേണ്ടി വന്നു. രാവിലെ അത് വീണ്ടും അതിൻ്റെ യാത്ര തുടങ്ങും. 9 മണിയോടെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഷിരൂരിൽ ഈ ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിച്ചേരും എന്നതാണ് നമുക്കിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം വേഗത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കാനാകും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. എല്ലാ സാഹചര്യവും അനുകൂലമാണ്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെയാണ്. ജലനിരപ്പ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. ആ മൺതിട്ടകളൊക്കെ നമുക്ക് വളരെ പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ജലനിരപ്പ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അതങ്ങനെ നമുക്ക് ദൃശ്യമാവുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, SKN നാവികസേനയുടെ ഈ പരിശോധനയിൽ, അതായത് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഇടമുണ്ട്. അത് നാവികസേന അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവിടെ ഒരു 30 മീറ്റർ ചുറ്റളവിൽ നിന്നാണ് നേരത്തെ ആ തടി കെട്ടിയ കയറും അതോടൊപ്പം തന്നെ ലോറിയുടെ പാർട്സ് ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചത്. അവിടുത്തെ പുഴയ്ക്കടിത്തട്ടിലുള്ള മണ്ണ്, അതായത് വെള്ളത്തിനടിത്തട്ടിലുള്ള മണ്ണും കല്ലുകളുമായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. അതൊരു പ്രൈം പോയിന്റായി നിലവിൽ ഇപ്പോൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഈ ഡ്രഡ്ജർ എത്തിച്ച ശേഷമുള്ള ദൗത്യത്തിലെ ആദ്യ നടപടി ആ പോയിന്റിലായിരിക്കും. കഴിഞ്ഞ ദിവസവും നാവികസേന ഉൾപ്പെടെ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുകയും അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി മഴ മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും SK സൂചിപ്പിച്ചതുപോലെ മൂന്നാം ഘട്ടമാണ്. അർജുൻ ഉൾപ്പെടെ 3 പേർ, അർജുൻ, ലോകേഷ്, ജഗന്നാഥ് ഉൾപ്പെടെ 3 പേരെയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ളത്. അതൊരു വലിയ ചോദ്യചിഹ്നമായി കഴിഞ്ഞ 2 മാസത്തോളമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈ ദൗത്യ സംഘത്തിന് ഈ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകളിൽ വളരെ ആഴത്തിലെത്തി പരിശോധന നടത്താൻ സാധിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഉണ്ടാവുക. അതിനാണ് ഈ മണ്ണും കല്ലുകളൊക്കെ നീക്കം ചെയ്യുന്നത്. അതിനുശേഷം നിലവിൽ നാവികസേന ഇന്ന് ഉച്ചയോടെ തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൻ്റെയും സഹായം തേടും. ദൗത്യ സംഘം പൂർണ്ണമായും പുഴയുടെ അടിത്തട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡീപ്പ് ഡൈവിങ്, അവർക്ക് കുറെ ആഴത്തിലേക്ക് എത്തി ഇതിൻ്റെ പരിശോധന നടത്താൻ, മറ്റ് തടസ്സങ്ങളൊക്കെ മാറിയാൽ പരിശോധന നടത്താൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് 9 മണിയോടെ തന്നെ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഈ ഷിരൂരിലേക്ക് എത്തിച്ചേരും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും തെരച്ചിൽ നടപടികൾ ആരംഭിക്കുക. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളും കാർവാർ MLA ഉൾപ്പെടെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്ന വിവരവും കൂടി ലഭിക്കുന്നുണ്ട്. SKN അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ വയനാട്ടിലെ ആ ശ്രുതി മോളെ കുറിച്ച് ആലോചിക്കും. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നിട്ടും ശ്രുതി വിശ്വാസത്തോടെ, ജീവനോടെ, ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കുന്ന ആളുകളെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കൊരു മാറ്റമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഗുഡ് മോർണിംഗ് ഒത്തിരി ആൾക്കാർ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും സുപ്രഭാതം, നല്ലൊരു ദിവസമാകട്ടെ ഇന്ന് ഈ വെള്ളിയാഴ്ച.